السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا النية والذرية والعمل. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ പേരുകളിൽ അഷ്ഷഹീദ്, റഖീബ് എന്നീ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. അഷ്ഷഹീദ് എന്നാൽ സാക്ഷിയായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. റഖീബ് എന്നാൽ നിരീക്ഷകൻ. ഈ രണ്ട് പേരുകളും അള്ളാഹുവിൻ്റെ ചില പേരുകളെ കുറിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതുപോലെ സമീപമായ ഏതാണ്ട് അടുത്തു നിൽക്കുന്ന അർത്ഥമുള്ള പേരുകളാണ്. അള്ളാഹുവിൻ്റെ പേരുകളിൽ പരിപൂർണമായ തറാദുഫ് അഥവാ ഒരു പേരിൻ്റെ എല്ലാ നിലക്കുമുള്ള പര്യായമായി അതേ അർത്ഥമുള്ള പേരായി വേറൊരു പേരുണ്ടാവുക അങ്ങനെ സംഭവിക്കുകയില്ല. പക്ഷേ സമീപസ്ഥമായ അർത്ഥം ഉണ്ടാകും, സൂക്ഷ്മമായ ചില വ്യത്യാസങ്ങൾ കാണാം. ആ രൂപത്തിൽ അടുത്തടുത്ത അർത്ഥമുള്ള രണ്ട് പേരുകളാണ് ഷഹീദ്, റഖീബ് എന്നീ രണ്ട് പേരുകൾ. പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പേരാണ് ഷഹീദ് എന്ന പേര്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. സൂറത്തുൽ ബുറൂജിൽ അള്ളാഹു പറഞ്ഞു, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്, എല്ലാ കാര്യത്തിനും അവൻ ഷഹീദാണ്. അതുപോലെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വകഫാ ബില്ലാഹി ഷഹീദ, വകഫാ ബില്ലാഹി ഷഹീദ. സാക്ഷിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല മതിയായവനാണ്. ഈ റബ്ബിന്റെ പേര് പല അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അർത്ഥമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഅയ്യത്ത്, പൊതുവായ അവന്റെ മഅയ്യത്ത് അഥവാ അവന്റെ സകല സൃഷ്ടികളുടെയും കൂടെ ഉള്ളവനാണ് എന്ന അർത്ഥം. അള്ളാഹുവിന്റെ മഅയ്യത്ത് അത് രണ്ട് രൂപത്തിനാണ്. അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അത് രണ്ട് രൂപത്തിനാണ്. ഒന്ന് മഅയ്യ ആമ്മ, രണ്ട് മഅയ്യ ഖാസ്സ. ഒന്ന് പൊതുവായ മഅയ്യ, അള്ളാഹു സകല സൃഷ്ടികളുടെയും കൂടെ ഉള്ളവനാണ്. കൂടെ മഅ എന്ന അറബിയിലെ വാക്ക് അത് പ്രയോഗിക്കപ്പെട്ടാൽ അതിനർത്ഥം ഈ മസ്ജിദിൽ ആളുകൾ പരസ്പരം ഒരുമിച്ചിരിക്കുന്നത് പോലെ അള്ളാഹു അവന്റെ സൃഷ്ടികൾക്കിടയിൽ ഇടകലർന്ന് അവന്റെ സൃഷ്ടികൾക്കിടയിൽ അവതരിക്കുക എന്നല്ല. ആ അർത്ഥം ഭാഷയിൽ മഅയ്യത്തിന് ആ അർത്ഥം എപ്പോഴും ഉണ്ടാകണമെന്നില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ ഈ രൂപത്തിലല്ലാതെ മഅ എന്നത് അള്ളാഹുവിനെ കുറിച്ചല്ലാതെ സൃഷ്ടികളെ കുറിച്ച് പറയുമ്പോഴും മഅ എന്നത് അവരുടെ ഇടയിൽ അവതരിക്കുക, കൂടെ ഉണ്ടായിരിക്കുക. കൂടെ എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ഇടകലർന്ന് ഉണ്ടാവുക എന്ന അർത്ഥത്തിലല്ല. മറിച്ച് നിങ്ങൾ നോക്കൂ, അതിന് പല ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു നേതാവ് തൻ്റെ സൈന്യത്തോട് പറയുക, നിങ്ങൾ പോവുക, നിങ്ങൾ പുറപ്പെട്ടു കൊള്ളുക, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ പോയിക്കൊള്ളുക, ഞാൻ കൂടെയുണ്ട്, പേടിക്കണ്ട. അതിനർത്ഥം അയാൾ അവരുടെ കൂടെ അവരിൽ ഒരാളായി ഉണ്ടാകണം എന്നല്ല.
എന്നതുപോലെ തന്നെയാണ് അറബിയിലെ മഅ എന്ന പദം അതിന് ഈ ഒരു അർത്ഥത്തിലല്ലാതെ, അഥവാ ഇടകലരുക, കൂടെ ഇറങ്ങുക എന്നതല്ലാതെ ഈ വാക്ക് പ്രയോഗിക്കുന്നതാണ് അറബിയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഅയ്യ എന്ന് പറഞ്ഞാൽ അത് ആ അർത്ഥത്തിലാണ്. അവൻ സൃഷ്ടികൾക്കിടയിൽ ഇറങ്ങിയെന്നോ അവൻ അവർക്കിടയിൽ അവതരിച്ചുവെന്നോ അതിന് അർത്ഥമില്ല. അതേസമയം റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അറിവുകൊണ്ട്, അവന്റെ കഴിവുകൊണ്ട്, അവന്റെ ഇഹാത്തത്ത് കൊണ്ട് അവൻ മുഴുവൻ സൃഷ്ടികളുടെയും കൂടെയുണ്ട്. അവർ ചെയ്യുന്നതൊന്നും അവൻ അറിയാതെ പോകുന്നില്ല. ഇത് സംഭവിക്കുക എന്നത് ഒരു നടക്കാത്ത കാര്യമല്ല. സൃഷ്ടികൾക്കിടയിൽ പോലും ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചന്ദ്രന്റെ ഉദാഹരണം പറയാറുള്ളത്. ആളുകൾ നടന്നു പോവുകയാണ്, ഈ നാട്ടിൽ വെച്ച് മുകളിലേക്ക് നോക്കിയാലും ചന്ദ്രനെ കാണാം, വേറെ നാട്ടിൽ വെച്ച് നോക്കിയാലും കാണാം. ഓരോരുത്തരുടെ കൂടെ അതുണ്ട് എന്നത് ഭാഷയിൽ പ്രയോഗിക്കുന്ന പ്രയോഗമാണ്. അതേസമയം യഥാർത്ഥത്തിൽ അത് ഭൂമിയിൽ ആളുകൾക്കിടയിലല്ല ഉള്ളത് എന്നെല്ലാവർക്കും അറിയാം, അത് മുകളിലാണ്. ഇതൊരു സൃഷ്ടിയുടെ കാര്യത്തിൽ പോലും ഇത് സംഭവ്യമാണെങ്കിൽ, സൃഷ്ടാവായ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാര്യത്തിൽ അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലാണുള്ളത്. അവൻ എവിടെയാണ്? അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. അതേസമയം അവൻ സകല സൃഷ്ടികളുടെയും കൂടെ ഉണ്ട്. അവന്റെ അറിവ് കൊണ്ട്, അവന്റെ കഴിവുകൊണ്ട്, അവന്റെ ഇഹാത്തത്ത് കൊണ്ട് അവൻ എല്ലാം പരിപൂർണമായി അറിഞ്ഞിരിക്കുന്നു. സഹാബികളിൽ ചിലർ പറഞ്ഞതുപോലെ 7 ആകാശങ്ങൾ അത് കടുകുമണികൾ നിങ്ങളുടെ കൈവെള്ളയിലെടുത്താൽ അത് എങ്ങനെയുണ്ട്, അതുപോലെ മാത്രമാണ് അള്ളാഹുവിന്റെ കെഫിൽ, അവന്റെ കയ്യിൽ 7 ആകാശങ്ങളും 7 ഭൂമിയും അതുപോലെ മാത്രമാണ്. ഈ രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല അവൻ സകല സൃഷ്ടികളുടെയും കൂടെയുണ്ട്. ഇതാണ് പൊതുവായ മഅയ്യ. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഒക്കെ കൂടെ ഈ അർത്ഥത്തിൽ അള്ളാഹു ഉണ്ട്. എന്നാൽ മറ്റൊരു മഅയ്യത്തുണ്ട്. അതെന്താണ്? മഅയ്യ ഖാസ്സ, പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലരുടെ കൂടെ ഉണ്ട്. അതാണ് ഖുർആനിൽ മഅൽ മുഅ്മിനീൻ, അള്ളാഹു മുഅ്മിനുകളുടെ കൂടെയുണ്ട്. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. അള്ളാഹു അവനെ സൂക്ഷിക്കുന്നവരുടെ കൂടെയുണ്ട്, അവൻ നന്മ ചെയ്യുന്നവരുടെ കൂടെയുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? നേരത്തെ പറഞ്ഞ മഅയ്യ, എല്ലാ സൃഷ്ടികളുടെ കൂടെയുള്ള മഅയ്യത്തുണ്ടല്ലോ, അതുണ്ട്. അതോടൊപ്പം ഈ മുഅ്മിനുകളെ സഹായിച്ചുകൊണ്ട്, അവരെ പിന്തുണച്ചുകൊണ്ട് അള്ളാഹു അവരുടെ കൂടെയുണ്ട്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. അവർ സൗർ ഗുഹയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കറിനെയും പിടികൂടുന്നവർക്ക് ജീവനോടെയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയിട്ടോ പിടികൂടി കൈമാറുന്നവർക്ക് 100 ഒട്ടകങ്ങളാണ് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 100 ഒട്ടകങ്ങൾ എന്നാൽ അത് ചില്ലറ മുതലല്ല. അതുകൊണ്ട് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് അബൂബക്കറിനെയും തെരഞ്ഞ് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസത്തോളം ഈ ഗുഹയിലാണ് കഴിഞ്ഞത്. മക്ക വിട്ടിട്ടില്ല. എന്നാൽ മക്ക വിട്ടു എന്ന് ആളുകൾ ഈ സമയത്ത് ധരിച്ചു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ വേറൊരു വഴിയാണ് തെരഞ്ഞെടുത്തത്. അങ്ങനെ ഇവർ അന്വേഷിച്ചു വരുന്ന കൂട്ടത്തിൽ സൗർ ഗുഹയുടെ പുറത്തെത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ, അവരിൽ ഒരുവൻ തന്റെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ظنك യാ അബൂബക്കർ ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. അബൂബക്കർ, താങ്കൾ എന്തു വിചാരിക്കുന്നു 2 പേരെ കുറിച്ച്? അല്ലാഹു സാലിസുഹുമാ, അവരുടെ കൂടെ 3-മനായി അള്ളാഹു ഉണ്ട്. അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഇല്ലാ തൻസുറൂഹു. തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച സൂറത്താണ് സൂറത്തു തൗബ. തബൂക്ക് യുദ്ധം എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവസാനത്തെ യുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്ത അവസാനത്തെ യുദ്ധമാണ് തബൂക്ക്. അത് വലിയ ദൂരമായിരുന്നു.
വലാകിൻ ബഅദത അലൈഹിമു ശുഖ്ഖ എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വലിയ ദൂരം ഇന്ന് നിങ്ങൾക്ക് മദീനയിൽ നിന്ന് തബൂക്ക് എവിടെയാണെന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ഇത്രയും ദൂരം ഷാമിനടുത്തെത്തിയിരിക്കുന്നു. അതുപോലെ ആ യുദ്ധത്തിനുള്ള യാത്ര നല്ല ചൂടുള്ള സമയത്താണ്. അതുകൊണ്ടാണ് മുനാഫിഖുകൾ പറഞ്ഞത് ലാ തൻഫിറു ഫിൽ ഹർ, ഈ ചൂടുള്ള സമയത്ത് നിങ്ങൾ പോകരുത്. അള്ളാഹു പറഞ്ഞു ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ, പറയുക അവരോട് നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ കടുത്തതാണ്. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ. അതുപോലെ ഈത്തപ്പന അത് പഴുക്കാൻ സമയമായിട്ടുണ്ട്. ഈത്തപ്പഴം ആകാറായ സമയമാണത്. ആളുകൾ എവിടെയും പോകാൻ ഇഷ്ടപ്പെടാത്ത സമയം. വലിയ യാത്രയുണ്ട്. ശത്രുക്കളാകട്ടെ അത് നസ്രാനികളാണ്, വലിയ സൈന്യമാണ്. അവർ വന്നാൽ നേരിടാനുള്ളത് വലിയ സൈന്യത്തെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയും വലിയ സൈന്യം ഉണ്ടായിരുന്നു. എത്രത്തോളം ആരെങ്കിലും പങ്കെടുക്കാതിരുന്നാൽ ആളെ തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും വലിയ സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുനാഫിഖുകൾ പലരും പിന്തിരിഞ്ഞത്. അവർക്കതിനെ സാധിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത്രയും വലിയ ദൂരത്തേക്കാണ് പോകുന്നത്. സമയം അതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത് ഇന്ന സ്ഥലത്തേക്കാണ് എന്ന് അവരെ അറിയിച്ചിരുന്നു. സാധാരണ യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി അറിയിക്കുകയില്ല. മറിച്ച് പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണെങ്കിൽ നജിദിലേക്കുള്ള വഴി എവിടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും. നജിദിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം ആളുകൾക്ക് അങ്ങനെ തോന്നിയേക്കാം, അത് യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ യുദ്ധത്തിൽ കൃത്യമായ സ്ഥലം പറഞ്ഞു കൊടുത്തു. ആളുകൾ വലിയ പ്രയാസത്തിലായി. മുനാഫിഖുകൾ പലരും പിന്തിരിഞ്ഞു. അള്ളാഹു അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ ആയത്തുകളുടെ കൂട്ടത്തിൽ റബ്ബ് പറഞ്ഞത് കാണാം, ഇല്ലാ തൻസുറൂഹു, നിങ്ങൾ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുന്നില്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാഹ്, അള്ളാഹു നബിയെ സഹായിച്ചിട്ടുണ്ട്. ഇദ് ഹുമാ ഫിൽ ഗാരി, അവർ രണ്ടുപേരും ഗുഹയിലായിരിക്കെ, അവർ രണ്ടുപേർ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ നബിയെ സഹായിച്ചിട്ടുണ്ട്. നബിയുടെ കൂടെ ആരേ ഉണ്ടായിരുന്നുള്ളൂ? ഒരേ ഒരാൾ. ആരും സഹായിക്കാനില്ലാത്ത സമയത്ത്, ആരും സഹായിക്കാനില്ല, സൈന്യങ്ങൾ കൂടെ ഇല്ല, രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടില്ല, ഇനാം കൊല്ലാൻ ജനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കാൻ, ആ സമയത്ത് അള്ളാഹു റസൂലിനെ സഹായിച്ചിട്ടുണ്ട്. ആ ഗുഹയിൽ വെച്ച് തന്റെ കൂട്ടുകാരനോട്, സാഹിബിഹി യഖൂലു സാഹിബിഹി, തന്റെ സാഹിബിനോട്, നോക്കൂ അള്ളാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ചത് എന്താണ്? സാഹിബ്, നബിയുടെ സാഹിബ്, നബിയുടെ കൂട്ടുകാരനെന്ന്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്ത് ആളുകൾ ബേജാറായപ്പോൾ, അവിടുന്ന് വഫാത്തായ ആളുകളൊക്കെ പ്രയാസത്തിലായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കാൻ സാധിച്ചില്ല റസൂൽ വഫാത്തായിട്ടുണ്ട് എന്ന്. ഉമർ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമെന്ന്. മൂസാ നബി പോയതുപോലെ പോയതാ, തിരിച്ചു വരും എന്ന് വിചാരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. ജനങ്ങളെല്ലാവരും അബൂബക്കർ സിദ്ദീഖിന്റെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ചോദിക്കാണ്, യാ സാഹിബ റസൂലില്ലാഹ് അഖൂബിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ അല്ലാഹുവിന്റെ റസൂലിന്റെ സാഹിബേ. വീണ്ടും വീണ്ടും അവർ ആവർത്തിച്ചു വിളിക്കാണത്. അബൂബക്കർ സിദ്ദീഖിനോട് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടുവോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ മരണപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. കാരണം അവർക്ക് ഒരു നബി അവരിൽ കഴിഞ്ഞു പോയിട്ട് പരിചയമില്ല. ഒരു നബി അവരിൽ കഴിഞ്ഞുപോയി പരിചയമില്ലാത്തവരാണവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് സംഭവിച്ചു എന്നവർക്ക് മനസ്സിലായിട്ടില്ല. ആകെ പ്രയാസത്തിനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ മരണപ്പെട്ടു. ഓരോന്നവർ ചോദിച്ചുകൊണ്ടിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കണമോ? അതെ ഖബറടക്കണം. അവിടെയെല്ലാം അവർ സാഹിബ റസൂലില്ല എന്ന് വിളിക്കുന്നത് കാണാം. അള്ളാഹുവിന്റെ റസൂലിന്റെ സാഹിബ്, അതെത്ര മനോഹരമായ, എത്ര ഉന്നതമായ വിശേഷണമാണ്. അള്ളാഹു വിശേഷിപ്പിച്ച വിശേഷണമാണ്. തന്റെ സാഹിബിനോട് അബൂബക്കർ സിദ്ദീഖിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭം, നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ആ സന്ദർഭത്തിൽ അള്ളാഹു നബിയെ സഹായിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, ഖുർആനിൽ കാണാം, ലാ തഹ്സൻ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, താങ്കൾ വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടത്. ഇന്നല്ലാഹ മഅനാ,
അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ആ ആയത്തിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇതിൽ നിന്നും ഒരു മറുപാഠമുണ്ട്. എന്താണത്? ഇതിനൊരു മറുപാഠമുണ്ട്. അള്ളാഹു കൂടെയുണ്ട്, ദുഃഖിക്കരുതെന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുഅ്മിൻ അള്ളാഹു കൂടെ ഉണ്ട് എന്നതിനാൽ സന്തോഷിക്കേണ്ടവനാണ്. അള്ളാഹു കൂടെ ഉണ്ട് എന്നതിനാൽ സന്തോഷിക്കേണ്ടവനാണ് മുഅ്മിൻ. കാരണം ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഇബ്നുൽ ഖയ്യിം ആ ആയത്ത് ഉദ്ധരിച്ചു. എന്താണ് ആയത്തിന്റെ അർത്ഥം? അള്ളാഹു പറഞ്ഞത് കാണാം, അള്ളാഹുവിന്റെ ഫദ്ലിലും അവന്റെ റഹ്മത്തിലും നിങ്ങൾ സന്തോഷിച്ചോളൂ. അള്ളാഹുവിന്റെ ഔദാര്യത്താൽ, അവന്റെ കാരുണ്യത്താൽ, അത് രണ്ടും കാരണത്താൽ നിങ്ങൾ സന്തോഷിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്നാണ് അള്ളാഹുവിന്റെ ഫദ്ലും റഹ്മത്തും ഖുർആൻ, ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിയോഗിച്ചു. ഇത് അള്ളാഹുവിന്റെ ഔദാര്യവും റഹ്മത്തും, അതിൽ സന്തോഷിക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ കൊണ്ടുള്ള സന്തോഷത്തിന്റെ പിന്നാലെ വരുന്നതാണ് അവന്റെ ഫദ്ലിലും റഹ്മത്തിലുമുള്ള സന്തോഷം. അള്ളാഹുവിനെ കൊണ്ട് റബ്ബ് കൂടെ ഉണ്ട് എന്നതിലുള്ള സന്തോഷത്തിന് ശേഷം വരുന്നതാണ് എന്ത്? അള്ളാഹുവിന്റെ ഔദാര്യത്തിലും അവന്റെ റഹ്മത്തിലുമുള്ള സന്തോഷം. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് മുഅ്മിനുകൾക്ക് ഹുസ്നുണ്ടാകുന്ന, ദുഃഖമുണ്ടാകുന്ന കാര്യത്തെ, ദുഃഖം എന്നത്, ഹുസ്ൻ എന്നത് അല്ലെങ്കിൽ ഹസൻ എന്ന കാര്യത്തെ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും നിരുത്സാഹപ്പെടുത്തിയിട്ടല്ലാതെ വന്നിട്ടില്ല. ദുഃഖത്തെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലല്ലാതെ എവിടെ വന്നിട്ടില്ല? ഖുർആനിലും സുന്നത്തിലും വന്നിട്ടില്ല. മാത്രമല്ല ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പിശാച് അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, ഇന്നമൻ നജ്വാ മിനശ് ശൈത്താൻ, രഹസ്യ സംഭാഷണങ്ങൾ, അതായത് തെറ്റിനു വേണ്ടിയുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ പിശാചിൽ നിന്നാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു അതിന്റെ ഉദ്ദേശം എന്താ? ലിയഹ്സുനല്ലദീന ആമനു, മുഅ്മിനുകളെ ദുഃഖത്തിലാക്കാൻ. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. കാരണം അതൊരുവന് ബാധിച്ചാൽ ഒരുവന്റെ ഖൈറുകൾ മുടങ്ങും, അവന്റെ സൽപ്രവർത്തനങ്ങളിൽ അവന്. ഒരാൾ ദീൻ പഠിക്കുന്ന ഒരാളാണ്, അവന് തടസ്സം നേരിടും. ഒരാൾ ജോലി ചെയ്ത് അവനും അവന്റെ കുടുംബത്തിനു വേണ്ടി സമ്പാദിക്കുന്ന ആളാണ്, ഖൈറായ കാര്യമാണ് അവൻ ചെയ്യുന്നത്, അതിൽ പ്രയാസം നേരിടും, അതൊക്കെ തടസ്സങ്ങൾ നേരിടും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അതിൽ നിന്ന് കാവൽ തേടിയിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അള്ളാഹുവെ ഹമ്മിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഹം എന്നാൽ പ്രായമുള്ളവർക്ക് അറിയാം അതിന്റെ അർത്ഥം. ആ വാക്ക് നമ്മളെ ഉമ്മാമ്മമാർ പ്രയോഗിച്ചിരുന്ന വാക്കാണ്. പല അറബി പദങ്ങളും മാഷാ അല്ലാഹ് പഴയ ആളുകൾ സാധാരണ വാക്കിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇന്ന് പലതും നീങ്ങിപ്പോയി, അത് പലതും നേരെ മലയാളീകരിക്കപ്പെട്ടു. ഹം എന്നത് എന്താണ്? വിഷമമാണ്. പക്ഷേ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുള്ള ബേജാറിനാണ് ഹം എന്ന് പറയുക. ഹസൻ എന്നാൽ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുള്ള സങ്കടം, സംഭവിച്ചു കഴിഞ്ഞു, അതിലുള്ള സങ്കടം. രണ്ടിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് പറഞ്ഞു, ഇൻ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ആ കൂടെ എന്ന് പറഞ്ഞാൽ അത്, ആ മഅയ്യത്ത് എന്നാൽ അത് എല്ലാവരുടെയും കൂടെയുള്ള മഅയ്യത്താണോ? അല്ല, അത് അബൂജഹലിന്റെ കൂടെയും ഉണ്ട്. ഇന്നല്ലാഹ മഅ, അള്ളാഹു മഅന എന്ന് പറഞ്ഞാൽ അള്ളാഹു അടിമകളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ പൊതുവായ മഅയ്യത്ത് എല്ലാവരുടെ കൂടെയും ഉണ്ട്. മുസ്ലിമും കാഫിറും അതിൽ നിന്ന് ഒഴിവല്ല. ഈ മഅന അബൂബക്കർ സിദ്ദീഖിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് ആ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതാണോ? അല്ല, മറിച്ച് അത് ഖാസായ പ്രത്യേകമായ അള്ളാഹുവിന്റെ കൂട്ടാണ്, അള്ളാഹുവിന്റെ കൂടെ ഉണ്ടാകലാണ്. എന്താണത്? നേരത്തെ പറഞ്ഞ ആമായ അള്ളാഹു എല്ലാവരുടെയും അവന്റെ അറിവ് കൊണ്ടും അവന്റെ കഴിവ് കൊണ്ടും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ ഒപ്പം അതുമുണ്ട്, അതിന്റെ ഒപ്പം സഹായിച്ചുകൊണ്ട്, പിന്തുണച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല കൂടെ ഉണ്ട്. അതാണത്. അതിന് സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞ വഴികൾ നമ്മൾ സ്വീകരിക്കണം. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ, അള്ളാഹു അവനെ സൂക്ഷിക്കുന്നവരുടെ കൂടെയുണ്ട്. നന്മ ചെയ്യുന്ന അവനു വേണ്ടി, അവൻ കാണാൻ അവനു വേണ്ടി നന്മ ചെയ്യുന്നവരുടെ കൂടെയുണ്ട്. അത് സുബ്ഹാനല്ലാഹ്, ഒരു മുസ്ലിമിനെ അവന്റെ ഹൃദയം ഇളക്കേണ്ട കാര്യമാണ് അള്ളാഹുവിന്റെ മഅയ്യത്ത് എന്ന് പറയുന്നത്. ചെറിയ കാര്യം, നിസാരമായ കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കുക. എന്താണ് മഅയ്യത്ത് എന്നാൽ? അതിന് എന്തർത്ഥമില്ല. സൃഷ്ടികൾക്കിടയിൽ അള്ളാഹു അവതരിച്ചു എന്നോ, അള്ളാഹു പടപ്പുകളുടെ കൂടെ ഭൂമിയിൽ ഇറങ്ങിയെന്നോ ഒരിക്കലും അതിന് അർത്ഥമില്ല.
മറിച്ച് അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ അവന്റെ അടിമകളുടെ കൂടെയുണ്ട്. മഅ എന്ന വാക്ക് ഒരിക്കലും അറബി ഭാഷയിൽ തന്നെ എന്തർത്ഥമാക്കുന്നില്ല? ഇടയിൽ അവതരിക്കുക. ഒരു സൃഷ്ടിയുടെ കൂടെ ഉണ്ടാകുന്നത് പോലെ അള്ളാഹു കൂടെ ഉണ്ടാവുക എന്ന് അറബി ഭാഷയിൽ തന്നെ അതിന് അർത്ഥമില്ല. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. അള്ളാഹു സൃഷ്ടികൾക്കിടയിൽ അവതരിക്കുക എന്ന് പറയുന്നത് കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറിന്റെ വിശ്വാസമാണ്. അഥവാ പടപ്പുകൾക്കിടയിൽ അവൻ ഇറങ്ങി തൂണിലും തുരുമ്പിലും ഉണ്ട്. കുഫാറുകളും മുശ്രിക്കുകളും ആൾ ദൈവങ്ങളും ഒക്കെ പറയുന്നത് പോലെ എന്നിലുമുണ്ട് ദൈവം, നിന്നിലുമുണ്ട് ദൈവം, ഞാൻ ആ ദൈവത്തിന്റെ അംശത്തെ കണ്ടെത്തി, എന്നിട്ട് ഞാനത് വലുതാക്കി, അങ്ങനെ ഞാൻ ആൾ ദൈവമായി മാറി. ഇതാണ് ആൾ ദൈവങ്ങൾ പറയുന്നത്. നിങ്ങൾ ദൈവമാണെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടോ? ചില ആധുനിക ആൾ ദൈവങ്ങളോട് അവരോട് അഭിമുഖം നടത്തുന്ന ചില ആളുകൾ ചോദിക്കുന്നുണ്ടായി, നിങ്ങൾ ആൾ ദൈവമാണെന്ന്, നിങ്ങൾ ദൈവികമായ കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നോ? അപ്പൊ പെരുങ്കളന്റെ മറുപടി എന്താണ്? അവൻ പറയാണെന്ത്? ദൈവം എല്ലാവരിലുമുണ്ട്, നിന്നിലുണ്ട്, അഭിമുഖം നടത്തുന്ന എന്നിലുണ്ട്, നടത്തപ്പെടുന്ന എന്നിലുമുണ്ട്. ഞാനതിനെ കണ്ടെത്തിയവനാണ്, അതിനെ കണ്ടെത്തി വലുതാക്കിയവനാണ്. അല്ല, യഥാർത്ഥത്തിൽ അവൻ കണ്ടെത്തിയത് പിശാചിനെയാണ്. അതവൻ ശൈത്താനാണ് കണ്ടെത്തിയിട്ടുള്ളത്. ശൈത്താന്റെ സ്വാധീനമാണ് അവനിൽ വലുതായിട്ടുള്ളത്. അല്ലാതെ ഇലാഹായ റബ്ബ് അവനിലില്ല. ഹാശ വകല്ല, ഒരിക്കലുമില്ല. ആ വിശ്വാസത്തെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു എതിർത്തിട്ടുണ്ട്. അതേസമയം അള്ളാഹു കൂടെയുണ്ട് എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിലാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനൂ സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ. ആയത്തിന്റെ സൂറത്തുൽ മുജാദലയിൽ ആയത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും ഇൽമിനെ കുറിച്ച് പറഞ്ഞത് കാണാം, അറിവിനെ കുറിച്ച് പറഞ്ഞത് കാണാം, അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച്. അഥവാ അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. മാ യകൂനു മിൻ നജ്വാ സലാസ, 3 പേരുടെ ഒരു രഹസ്യ സംഭാഷണം നടക്കുന്നില്ല, ഇല്ലാ ഹുവ റാബിഉഹും, അവിടെ 4ാമനായി അള്ളാഹു ഉണ്ടായിട്ടല്ല. ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. 3 പേരുടെ സംഭാഷണം നടക്കുന്നില്ല. അള്ളാഹു എന്താണ് പറയുന്നത്? 3ൽ ഒരുവനായി അവൻ ഉണ്ടായിട്ടുണ്ട് എന്നല്ല. പിന്നെ എന്താണ് പറയുന്നത്? 4ാമനായി അവിടെ അള്ളാഹു ഉണ്ടായിട്ടല്ലാതെ. ആ അറബിയിലെ പ്രയോഗം അർത്ഥമാക്കുന്നത് എന്താണ്? ഇടയിൽ കൂടിക്കലർന്നു എന്നല്ല. അതുപോലെ വലാ ഖംസത്തിൻ, 5 പേരുടെ സംഘം സംസാരിക്കുന്നില്ല, ഇല്ലാ ഹുവ സാദിസുഹും, 6ാമനായി അള്ളാഹു ഉണ്ടായിട്ടല്ല. വലാ അദ്നാ മിൻ ദാലിക, അതിൽ കുറവോ അതിൽ കൂടുതലോ ആകട്ടെ, ഇല്ലാ ഹുവ മഅഹും, അള്ളാഹു അവരുടെ കൂടെ ഉണ്ടാകാതിരിക്കുകയില്ല, ഐനമാക്കാൻ അവരെവിടെയായിരുന്നത്. നോക്കൂ നിങ്ങൾ. എന്നാൽ അള്ളാഹു എതിർത്ത കുഫറാണെന്ന് പറഞ്ഞ വാക്ക് ഏതാണ്? ഇന്നല്ലാഹ സാലിസു സലാസ, ഇന്നല്ലാഹ സാലിസു സലാസ. നസ്രാനികളോട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എന്തു പറയരുത്? ഇന്നല്ലാഹ സാലിസു സലാസ, അള്ളാഹു 3ൽ ഒരുവനാണെന്ന് പറയരുത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അതിലൊന്ന് അള്ളാഹു ആണെന്ന് പറയരുത്. അതേസമയം അള്ളാഹു പറഞ്ഞു 3 പേരുടെ കൂടെ 4ാമനായി അള്ളാഹു ഉണ്ട് എന്ന്. സാലിസു സലാസ എന്ന റബ്ബിനെ കുറിച്ച് പറയൽ കുഫറാണ്. അതേസമയം 3 പേരുടെ കൂടെ മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും, 4ാമനായി അവരുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറയൽ ഈമാനാണ്. അത് ഈമാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, നോക്കൂ നിങ്ങൾ, മാ അദന്നുക ബിസ്നൈനി, 2 പേരെ കുറിച്ച് നീ എന്ത് വിചാരിച്ചിരിക്കുന്നു? 2 പേരിൽ ഒരുവനായ അള്ളാഹു ഉണ്ട് എന്നാണ് പറഞ്ഞത്? അല്ല, ബിസ്നൈനി ഇല്ലാഹു, എന്താണ് പറഞ്ഞത്? ബിസ്നൈനി ഇല്ലാഹു സാലിസുഹുമ, ആ 2 പേരുടെ കൂടെ 3ാമനായ ആരുണ്ട്? അള്ളാഹുണ്ട്. പ്രയോഗത്തിലെ വ്യത്യാസം നോക്കൂ നിങ്ങൾ. ആ പ്രയോഗത്തിലെ വ്യത്യാസം നോക്കൂ. അള്ളാഹുവിന്റെ മഅയ്യത്ത് എന്നാൽ അവൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. ഈ അർത്ഥം ഏതു പേരിലുണ്ട്? നമ്മൾ ഇന്ന് വിശദീകരിച്ച ഏതു പേരിൽ? ഷഹീദ് എന്ന അള്ളാഹുവിന്റെ പേരിൽ ഉണ്ട്. അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് അവനെ കുറിച്ച്, വമാ കുന്നാ ഗായിബീൻ, വമാ കുന്നാ ഗായിബീൻ, നാം അവിടെ ഇല്ലാത്തവനല്ല, മറിച്ച് നാം അവിടെ ഉള്ളവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഉച്ചത്തിൽ യാത്രക്കിടയിൽ ദിക്റുകൾ ചൊല്ലിയപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങൾ വിളിക്കുന്നത് ആരെയല്ല? അസമ്മ വല ഗായിബ, കേൾക്കാത്തവനെയോ ഇവിടെ ഹാജരില്ലാത്തവനെയോ അല്ല,
ഗായിബിനെ അല്ല. ഗായിബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇല്ലാത്തവനാണ് എന്നാണ്. അവിടെ ഹാജരില്ലാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം. മറിച്ച് നിങ്ങൾ വിളിക്കുന്നത് ആരെയാണ്? നിങ്ങൾ വിളിക്കുന്നത് സമീഅൻ ഖരീബൻ, അടുത്തുള്ള, അതുപോലെ കേൾക്കുന്ന, എല്ലാം കേൾക്കുന്നവനെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അപ്പൊ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ ഉണ്ട്, അള്ളാഹു കൂടെ ഉള്ളവനാണ് എന്ന വിശേഷണം അറിയിക്കുന്ന പേരാണ് ഷഹീദ്. ഷഹീദിന്റെ ഒരർത്ഥം അതാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ, വമാ തകൂനു ഫീ ശഅനിൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദൻ ഇദ് തുഫീദൂന ഫീഹി വമാ തകൂനു ഫീ ശഅനിൻ, നീ ഏതൊരു കാര്യത്തിലായിരുന്നാലും, വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ, നീ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുന്ന സമയത്താകട്ടെ, വലാ തഅമലൂന മിൻ അമലിൻ, നിങ്ങൾ ഏത് പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാകട്ടെ, ഇല്ലാ കുന്ന അലൈക്കും ശുഹൂദൻ ഇദ് തുഫീദൂന ഫീഹി, നിങ്ങൾ അതിൽ മുഴുകിക്കൊണ്ടിരിക്കെ നാം നിങ്ങളുടെ മേൽ സാക്ഷിയായിക്കൊണ്ടല്ലാതെയില്ല. അത് നിങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കെ അള്ളാഹു സാക്ഷിയാണ്. യാ സുബ്ഹാനല്ലാഹ്, നോക്കൂ, അള്ളാഹു സാക്ഷിയാണ്, അവൻ ഷഹീദാണ്, അവൻ കൂടെയുണ്ട് എന്ന കാര്യം. ഇതാണ് ഒന്നാമത്തെ അർത്ഥം. ഷഹീദ് എന്ന അള്ളാഹുവിന്റെ പേരിന്റെ അർത്ഥം സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? അള്ളാഹു കൂടെ ഉണ്ട് എന്ന അർത്ഥമാണ്. രണ്ടാമത്തെ കാര്യം അതിൽ അടങ്ങിയിട്ടുള്ളത് അള്ളാഹു അറിയുന്നവനാണ്, കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. അള്ളാഹുവിന്റെ സമഅ, അവന്റെ ബസർ, അവന്റെ ഇൽം, ഈ വിശേഷണങ്ങൾ അറിയിക്കുന്നുണ്ട് ഈ പേര്. കാരണം സാക്ഷി ആവുക കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. അവനെ കുറിച്ചല്ലാതെ എന്ത് പറയുകയില്ല? സാക്ഷി എന്ന് പറയുകയില്ല. ഇപ്പൊ നോക്കൂ, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ കേട്ടുകൊണ്ടിരിക്കുന്നു, അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ അർത്ഥം ഏത് പേരിലുണ്ട്? ഷഹീദ് എന്ന അള്ളാഹുവിന്റെ പേരിലുണ്ട്. മൂന്നാമത്തെ ഈ പേരിലുള്ള പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹു സാക്ഷിയാണ്, അവൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഷഹിദ അല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അവൻ സാക്ഷിയായിരിക്കുന്നു ഏത് കാര്യത്തിന്? അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്നതിന് സാക്ഷ്യം വഹിച്ചവനാണ് അവൻ. എന്താണ് സഹോദരങ്ങളെ അവൻ ഈ കാര്യത്തിന് സാക്ഷ്യം വഹിച്ചവനാണ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുക, 4 കാര്യങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന്, അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്ന കാര്യം അള്ളാഹു അറിയിച്ചിരിക്കുന്നു. അവന്റെ മുഴുവൻ കിതാബുകളിലൂടെ അള്ളാഹു അറിയിച്ച കാര്യമാണെന്ത്? അവനല്ലാതെ ആരാധനക്കർഹനില്ല. അത് അവന്റെ ഷഹാദത്തിന്റെ, സാക്ഷ്യത്തിന്റെ ഭാഗമാണ്. 2, അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് അള്ളാഹുവിന് അറിയാം. അറിയുന്ന കാര്യത്തിനല്ലാതെ ഒരാൾ സാക്ഷ്യം വഹിക്കുകയില്ല. അള്ളാഹു അറിഞ്ഞിരിക്കുന്ന കാര്യം. 3, റബ്ബ് സുബ്ഹാനഹു വ തആല അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു, തെളിവുകൾ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത സുവ്യക്തമായ സകല അതിനെതിരെയുള്ള വാദങ്ങളെയും പൊളിച്ചു കളയുന്ന തെളിവുകളെ അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്നു. 4, കാര്യം, ഈ കാര്യമുണ്ടല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം അള്ളാഹു അടിമകൾക്ക് നിർബന്ധമാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നത് അള്ളാഹു അടിമകൾക്ക് മേൽ ഇൽസാം ചെയ്തിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു. അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്നതിന് സാക്ഷിയാണെന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ അതിനുണ്ട്. ഒന്ന്, അവനത് അറിയിച്ചിരിക്കുന്നു മുഴുവൻ കിതാബുകളിലൂടെ. 2, അവനത് അറിഞ്ഞിരിക്കുന്നു, അവനറിയാമത്, അവന്റെ അറിവോടല്ലാതെ അവൻ സാക്ഷ്യം വഹിക്കില്ല. 3, അവൻ അതിന് തെളിവുകൾ സ്ഥാപിച്ചിരിക്കുന്നു, വ്യക്തമാക്കിയിരിക്കുന്നു, അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം. 4, അതവൻ അവനെ മാത്രം ആരാധിക്കണമെന്ന കാര്യം അടിമകൾക്കുമേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കാതിരിക്കുക. അള്ളാഹു ഷഹീദാണെന്ന് പറഞ്ഞാൽ, 1, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. 2, അവൻ അറിയുന്നു, കേൾക്കുന്നു, കാണുന്നു. അറിയുകയും കേൾക്കുകയും കാണുകയും ചെയ്യാത്തവനെ സാക്ഷി എന്ന് പറയുകയില്ല. 3, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്നതിന് സാക്ഷിയായിരിക്കുന്നു. 4ാമത്തെ കാര്യം, അതിന്റെ ഉള്ളിലുള്ള 4 കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്നതിന് സാക്ഷിയാണെന്ന് പറഞ്ഞാൽ അതിൽ 4 കാര്യങ്ങളുണ്ട്.
ഇനി നോക്കൂ, അള്ളാഹു ഷഹീദാണ്, അവൻ സാക്ഷിയാണെന്ന് പറഞ്ഞാൽ അതിലെ നാലാമത്തെ പ്രധാനപ്പെട്ട അതിൽ മനസ്സിലാക്കേണ്ട അർത്ഥം, അവൻ അവന്റെ അടിമകളുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവനാണ്. നാളെ ഖിയാമത്ത് നാൾ നീ ചെയ്ത കാര്യങ്ങൾക്ക് അനുകൂലമായി ഒന്നുകിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സാക്ഷിയായിരിക്കും, അതല്ലെങ്കിൽ നീ ചെയ്ത തിന്മകൾക്ക് എതിരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയായിരിക്കും. അവനത് വെളിപ്പെടുത്തും. റബ്ബ് സുബ്ഹാനഹു വ തആല അമലുകൾ കാണിക്കും. ആര് കണ്ടിട്ടില്ലെങ്കിൽ ആര് കാണുന്നുണ്ട്? അള്ളാഹു കാണുന്നുണ്ട്. യാ സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ, നമ്മുടെ അമലുകൾ അള്ളാഹു നമുക്കിങ്ങോട്ട് പറഞ്ഞു തരുന്ന ആ രംഗം ഖുർആനിൽ എത്ര തവണ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. നാളെ അവരുടെ പ്രവർത്തനങ്ങൾ നാം അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ്. യാ സുബ്ഹാനല്ലാഹ്, അതിന്റെ ഗൗരവം എത്രയാണ്, ആ രംഗം എത്ര ഭയാനകരമായിരിക്കും. നമ്മുടെ അമലുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന രംഗം, ആ നാളിനെ കുറിച്ച് ഞാനും നിങ്ങളും നേരിടാനുള്ള, നമ്മൾ കാണാനിരിക്കുന്ന, ഇനി എത്ര നാളാണ് ഇതിന് ബാക്കിയുള്ളത് എന്ന് നമുക്കറിയില്ല. നമ്മുടെ ആയുസ്സിൽ എത്രയാണ് ബാക്കിയുള്ളത് എന്ന്, വളരെ കുറച്ചേ ഉള്ളൂ എന്നതിൽ സംശയമില്ല. വളരെ കുറച്ചേ ഉള്ളൂ എന്നത് ഉറപ്പുള്ള കാര്യമാണ്. ആ രംഗത്ത് അള്ളാഹു അവന്റെ അടിമകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ അത് അറിയിക്കുന്നതാണ്. ഇതെല്ലാം ഷഹീദ് എന്ന അള്ളാഹുവിന്റെ പേരിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നോക്കൂ, നമ്മളതിന്റെ കൂടെ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ പേരാണ് ഏതാണ് പറഞ്ഞത്? റഖീബ്. റഖീബ് എന്ന റബ്ബിന്റെ പേരിനെ കുറിച്ചാണ് പറഞ്ഞത്. റഖീബ് എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷഹീദ് എന്ന പേരിനോട് അടുത്തുള്ള സമീപസ്ഥമായ അർത്ഥമുള്ള ഒരു പേരാണ്. പരിശുദ്ധ ഖുർആനിൽ 3 ഇടങ്ങളിൽ അള്ളാഹു അവന്റെ ഈ പേര് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നിൽ ഷഹീദ് എന്ന പേരിന്റെ കൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ റഖീബ് എന്ന അള്ളാഹുവിന്റെ പേര് 3 ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഷഹീദ് എന്ന അള്ളാഹുവിന്റെ പേരിന്റെ കൂടെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ഇടം നോക്കൂ, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഈ വാക്ക് പലതവണ കേൾക്കുന്നവരാണ് നമ്മൾ. സൂറത്തു നിസായിലെ 1-ാമത്തെ ആയത്താണിത്. സൂറത്തു നിസായിലെ 1-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെ, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. എന്താണ് ആയത്തിന്റെ പ്രത്യേകത? ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബത്തുൽ ഹാജയിൽ, അവിടുന്ന് പല സന്ദർഭങ്ങളിലും നിർവഹിക്കാറുണ്ടായിരുന്ന ഖുതുബയിൽ തുടക്കത്തിൽ പറയാറുണ്ടായിരുന്ന പ്രസംഗങ്ങളുടെ തുടക്കത്തിൽ പറയുന്ന കാര്യത്തിനാണ് ഖുതുബത്തുൽ ഹാജ എന്ന് പറയുന്ന അൽഹംദുലില്ലാഹ് എന്ന് തുടങ്ങുന്ന ആ ശ്രേഷ്ഠമായ വാക്കുകൾ. അതിന്റെ പ്രത്യേകതയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരാൾ വന്ന് ഈ ഖുതുബത്തുൽ ഹാജ മാത്രം കേട്ട് മുസ്ലിമായിട്ടുണ്ട്. ഇത് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുകയും മുസ്ലിം ആവുകയും ചെയ്തു. അത്രയും മഹത്തരമാണ് ആ വാക്കുകൾ. കാരണം അദ്ദേഹത്തിന് പഴയ പല വാക്കുകളും സിഹറും അതുപോലെ ജ്യോത്സ്യന്മാരുടെ വാക്കുകളും ഒക്കെ അറിയാം. അദ്ദേഹം പറഞ്ഞു, ഇത് അതൊന്നുമല്ല, ഇത് മഹത്തരമായ വാക്കുകളാണ്, ഒരുപാട് ശ്രേഷ്ഠമായ അർത്ഥങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് കേട്ട് മുസ്ലിമായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ഖുതുബയാണ് ഇന്ന അൽഹംദുലില്ലാഹ് എന്ന് തുടങ്ങുന്ന, നമ്മൾ ജുമുഅ ഖുതുബയുടെ മറ്റു തുടക്കത്തിൽ കേൾക്കുന്ന ആ വാക്കുകൾ. അതിന്റെ ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 ആയത്തുകൾ ഓതിയതായി നമുക്ക് കാണാം. ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. രണ്ടാമത്തെ യാ അയ്യുഹന്നാസു തഖു റബ്ബക്കും എന്ന് തുടങ്ങുന്ന സൂറത്തു നിസായിലെ ആയത്ത്. മൂന്നാമത്തെ സൂറത്തുൽ അഹ്സാബിലെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഖൂലു ഖൗലൻ സദീദ എന്ന 2 ആയത്തുകൾ. 3 ആയത്തുകളിലും പൊതുവായുള്ള ഒരു കാര്യമുണ്ട്. അതേതാ? അള്ളാഹുവിനെ സൂക്ഷിക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ 2 ആയത്തിലുമുണ്ട്. സൂറത്തു നിസായിലെ ആയത്തിൽ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, ജനങ്ങളെ ഒന്നാകെ വിളിച്ച് നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നു. റബ്ബിനെ സൂക്ഷിക്കുന്നതിൽ ഒന്നാമത്തത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അതാണ് ജനങ്ങളെ മുഴുവൻ വിളിച്ച് തഖ്വ അള്ളാഹു കൽപ്പിച്ചാൽ അതിൽ എന്തുകൂടി ഉൾപ്പെട്ടു? തൗഹീദ് കൂടി ഉൾപ്പെട്ടു. തൗഹീദ് കൂടി അതിൽ ഉൾപ്പെട്ടു. ഇതിൽ സൂറത്തു നിസായിലെ ശ്രേഷ്ഠമായ ഈ ആയത്തിൽ നിങ്ങൾ നോക്കൂ, സൂറത്തു നിസായിന്റെ പ്രത്യേകത എന്താണ്? ആ സൂറത്ത് ഇൽമിന്റെ ഒരു വലിയ ഭാഗം
അടങ്ങിയിട്ടുള്ള സൂറത്താണ്. ധാരാളക്കണക്കിന് വിധിവിലക്കുകൾ, കുടുംബവുമായി ബന്ധപ്പെട്ട സ്വത്ത് വീതം വെക്കുന്ന 3 ആയത്തുകൾ, ഇൽമുൽ ഫറായിദ്, അനന്തര സ്വത്ത് വീതം വെക്കുന്നതിനെ കുറിച്ച് ഖുർആനിൽ 3 ആയത്തുകളാണുള്ളത്. അത് 3 സൂറത്തു നിസായിലാണ്. 11-ാമത്തെയും 12-ാമത്തെ ആയത്ത്, പിന്നെ അവസാനത്തെ ആയത്ത്. സൂറത്തു നിസായിലെ 3 ആയത്തുകളാണ് അനന്തര സ്വത്തിനെ കുറിച്ചുള്ള ആയത്തുകൾ. 3 സൂറത്തു നിസായിലാണ്. ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അല്ല. അതിൽ ബഹുഭൂരിപക്ഷ നിയമങ്ങളും ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിലെ ബഹുഭൂരിപക്ഷ നിയമങ്ങളും ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ധാരാളം വിധിവിലക്കുകൾ നമുക്ക് ആ സൂറത്തിൽ കാണാം. യാ സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നോക്കൂ, ആ സൂറത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഒന്നാകെ വിളിക്കുകയും ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ആണ് അള്ളാഹു നിങ്ങളെ പടച്ചത്, നിങ്ങൾ ഒരു നഫ്സിൽ, ആ നഫ്സിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെ പടച്ചു എന്നീ കാര്യങ്ങൾ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതായത് ശേഷം ഭാര്യമാരുമായിട്ടുള്ള ധാരാളം ബാധ്യതകൾ, ഇണകളോടുള്ള ബാധ്യതകളായ സൂറത്തിൽ പറയുന്നുണ്ട്. അതിന്റെ തുടക്കത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് ഇണയെ പടച്ചു തന്നത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്, നിങ്ങളുടെ ഒരു ഭാഗമാണ് ആ ബന്ധവും സ്നേഹവും. എന്നിട്ട് അള്ളാഹു കുടുംബവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും പടക്കുകയും എന്നിട്ട് നിങ്ങളെ ഭൂമിയിൽ വ്യാപിപ്പിക്കുകയും ചെയ്തു എന്ന് സൂറത്തിന്റെ തുടക്കത്തിൽ 1-ാമത്തെ ആയത്തിൽ പറയുന്നു. കാരണം ഇത് ഓർമ്മ വേണം, സഹജീവികളുമായുള്ള ഇടപാടിൽ ഇക്കാര്യം ഓർമ്മ വേണം. ഇത് വേറെ ഏതോ ഒരു ജീവിയല്ല, മറിച്ച് നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു പടച്ചുണ്ടാക്കിയ നിങ്ങളുടെ ഇണയും അങ്ങനെയുള്ള നിങ്ങളുടെ മക്കളുമൊക്കെയാണ് എന്ന് അള്ളാഹു ആ സൂറത്തിന്റെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. ആ ആയത്ത്, 1-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹു നിങ്ങൾക്കുമേൽ റഖീബാണ്, നിരീക്ഷകനാണ്. 2-ാമത്തേത് സൂറത്തുൽ അഹ്സാബിലാണ്, 52-ാമത്തെ ആയത്തിൽ വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ, അള്ളാഹു എല്ലാ കാര്യത്തിനുമേലും റഖീബാണ് എന്ന് ആ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. 3-ാമത്തേത് സൂറത്തു അൽ മാഇദയിലാണ്. അത് ഈസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്ന വാക്കായി അള്ളാഹു പറയുകയാണ്. ഈസാ നബിയോട് അള്ളാഹു ചോദിക്കും, ഈസ താങ്കളാണോ എന്നെയും എൻ്റെ ഉമ്മയെയും ഇലാഹുകളാക്കൂ, ആരാധിക്കൂ എന്ന് ജനങ്ങളോട് പറഞ്ഞത്? അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഈസ അലൈഹിസ്സലാം റബ്ബിനോട് പറയും, ഒരിക്കലും ഞാൻ അവരോട് പറഞ്ഞത് എന്നെയും നിങ്ങളെയും പടച്ച നിങ്ങളുടെ റബ്ബ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമെന്നാണ്, എനിക്ക് അർഹതയില്ലാത്തത് ഞാൻ ഒരിക്കലും പറയുകയില്ല. എന്നിട്ട് ഈസാ നബി പറഞ്ഞു, വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, അള്ളാഹുവേ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ അവർക്കുമേൽ സാക്ഷിയായിരുന്നു. ഫലമ്മാ തവഫൈതനി, നീ എന്നെ നിന്നിലേക്ക് ഏറ്റെടുത്തപ്പോൾ കുന്ത അൻത റഖീബ അലൈഹിം, നീയാണ് അവർക്കുമേൽ റഖീബായിരുന്നവൻ, നിരീക്ഷകനായിരുന്നവൻ. അൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എല്ലാ കാര്യത്തിനും ഷഹീദാണ്, സാക്ഷിയാണ്. 2 പേരുകൾ ഒരേ ആയത്തിൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ, ഷഹീദ് എന്ന പേരും റഖീബ് എന്ന പേരും. അപ്പൊ നോക്കൂ, റഖീബ് അവൻ നിരീക്ഷകനാണ്. പണ്ഡിതന്മാർ ഈ പേര് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിലുള്ളത് ആളുകൾ കാണാത്ത ഗോപ്യമായത് നിരീക്ഷിക്കുന്നവനാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ പേര് വിശദീകരിക്കുമ്പോൾ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയ അൽ കാഫി അഷ്ശാഫി എന്ന പ്രസിദ്ധമായ കവിതയിൽ പറഞ്ഞത് കാണാം, വഹുവ റഖീബു അലൽ ഖവാതിരി വൽ ലവാഹിദി കൈഫ ബിൽ അഫ്ആലി ബിൽ അർകാനി, വഹുവ റഖീബു അലൽ ഖവാതിരി വൽ ലവാഹിദി കൈഫ ബിൽ അഫ്ആലി ബിൽ അർകാനി, അവൻ റഖീബാണ്. അലൽ ഖവാതിർ, ഖവാതിർ നിരീക്ഷിക്കുന്നവനാണ് അവൻ. എന്താണ് ഖവാതിർ എന്ന് പറഞ്ഞാൽ? ഖൽബിലെ ചിന്തകൾ, മനസ്സിൽ ഉള്ള ചിന്തകൾ. മനസ്സിൽ നീ എന്ത് തീരുമാനിച്ചു, നീ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശം എന്താണ് നിന്റേത്, അവൻ നിരീക്ഷിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വൽ ലവാഹിദ്, എന്താണ് ലവാഹിദ് എന്ന് പറഞ്ഞാൽ? കണ്ണുകൊണ്ടുള്ള നോട്ടം, അള്ളാഹു നിരീക്ഷിക്കുന്നു. കൈഫ ബിൽ അഫ്ആലി ബിൽ അർകാനി, എങ്കിൽ പിന്നെ നിന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ചിന്തിച്ചു നോക്കത്. അള്ളാഹു ഹൃദയത്തിൽ ചിന്തിക്കുന്നത് അറിയുന്നു, അല്ല നീ ചിന്തിക്കും മുന്നേ അറിയുന്നു. നോട്ടങ്ങൾ അള്ളാഹു നിരീക്ഷിക്കുന്നു, നിന്റെ ഹൃദയത്തിലുള്ളത് അള്ളാഹു നിരീക്ഷിക്കും. പിന്നെ നിന്റെ പ്രവർത്തനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ഇപ്പൊ നോക്കൂ, റഖീബ് എന്ന പേര് വിശദീകരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ സൂക്ഷ്മമായ നമ്മുടെ കാര്യങ്ങൾ,
അത് നിരീക്ഷിക്കുന്നവൻ എന്ന അർത്ഥം പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞത് കാണാം. ഹൃദയങ്ങളിൽ ഒളിച്ചു വെച്ചത് നിരീക്ഷിക്കുന്നവൻ, സൃഷ്ടികളെ അവരെ സൂക്ഷിക്കുകയും അവരേറ്റവും നല്ല സംവിധാനത്തിൽ അവരെ സംവിധാനിച്ചിട്ടുള്ളവനുമായ റബ്ബ് സുബ്ഹാനഹു വ തആല. സഹോദരങ്ങളെ, ഈ പേര് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മുറാഖബത്തുല്ലാഹ്. മുറാഖബത്തുല്ലാഹ് എന്താണത്? മുറാഖബത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിരീക്ഷണം നീ എപ്പോഴും ഓർക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസു ജിബ്രീലിൽ പറഞ്ഞിട്ടുള്ളത്. ഹദീസു ജിബ്രീലിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യന്റെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് സഹാബികളൊക്കെ ഇരിക്കുമ്പോൾ വന്ന സംഭവം പ്രസിദ്ധമാണ്. അതിൽ ജിബ്രീൽ ചോദിച്ച ഒരു ചോദ്യമാണ്, ഇഹ്സാൻ എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരൂ. ഇഹ്സാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അവനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. നോക്കൂ, അർശിന് മുകളിലുള്ള റബ്ബിനെ, മലായികത്ത് സുജൂദ് ചെയ്യുന്ന, തസ്ബീഹ് ചെയ്യുന്ന, ലോകത്തെ നിയന്ത്രിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച റബ്ബിനെ കണ്ണുകൊണ്ട് കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അല്ലെങ്കിൽ അത് ഉയർന്ന ദർജയാണ്, കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നത്. കാണുകയില്ല. മുഅ്മിനുകൾ സ്വർഗത്തിലാണ് അള്ളാഹുവിനെ കാണുക. ഈ ലോകത്ത് ഒരാളും അള്ളാഹുവിനെ കാണുകയില്ല. എന്ന് പറഞ്ഞാൽ കാണാനുള്ള ശേഷി അവർക്കില്ല. ഒരു പർവ്വതം പോലും റബ്ബ് അവനെ അതിന് കാണിച്ചു കൊടുത്തപ്പോൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിൽ മുഅ്മിനുകൾക്ക് അള്ളാഹു അവനെ കാണിച്ചു കൊടുക്കുകയും അവനെ കണ്ടു നിൽക്കാനുള്ള ശേഷി അള്ളാഹു മുഅ്മിനുകൾക്ക് നൽകുകയും ചെയ്യും. അപ്പോഴാണ് അവർക്ക് സ്വർഗത്തിന്റെ പൂർണ്ണത, സുഖങ്ങളുടെ പൂർണ്ണത അവിടെയാണ്. സ്വർഗത്തിലെ ബാക്കി എല്ലാ സുഖത്തെക്കാളും വലിയ ആസ്വാദനം അതാണ്. വഫഖനല്ലാഹു ഇയ്യാക്കും, അള്ളാഹു എനിക്കും നിങ്ങൾക്കും അത് നൽകുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നീ അവനെ ഇബാദത്ത് ചെയ്യുക. ഖുർആനിൽ അള്ളാഹു ഇതാണ് പറഞ്ഞത്, വഅലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും, നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അള്ളാഹു അറിയുന്നു. ഫഹ്ദറൂഹ്, അതുകൊണ്ട് അവനെ നിങ്ങൾ സൂക്ഷിക്കൂ. വഅലമു അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, നിങ്ങൾ അറിയുക അവൻ ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ സഹനശീലനാണ് എന്ന് നിങ്ങൾ അറിയുക. നോക്കൂ, അള്ളാഹു ഭയമുണ്ടാക്കുകയും പ്രതീക്ഷ ഉണ്ടാക്കുകയും ചെയ്തത്, ഭയപ്പെടുത്തുന്ന കാര്യവും പ്രതീക്ഷ നൽകുന്ന കാര്യവും ഒരുമിച്ച് പറഞ്ഞത്, മനസ്സിലുള്ളത് അള്ളാഹു അറിയുന്നു. ഫഹ്ദറൂ, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക. നോക്കൂ, ഈ ചിന്തയോടെ ഒരുവൻ ജീവിക്കുന്നതിനാണ് എന്ത് പറയുക? മുറാഖബത്തുല്ലാഹ് എന്ന് പറയുക. അള്ളാഹുവിന്റെ നിരീക്ഷണം എന്നും ഓർത്തുകൊണ്ട് ജീവിക്കുക, അതിനാണ് എന്ത് പറയുക? മുറാഖബത്തുല്ലാഹ്, അള്ളാഹുവിനോടുള്ള മുറാഖബ എന്ന് പറയുക. ഇത് വലിയ ദറജയാണ്, ഉന്നതമായ പദവിയാണ്. ഇതൊരുവന് ലഭിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. ഇതിൽ സഹോദരങ്ങളെ അത്യാവശ്യം വേണ്ടുന്ന കാര്യം, എപ്പോഴും നീ ഹൃദയ സാന്നിധ്യമുള്ളവനായിരിക്കുക, അശ്രദ്ധയിലായി പോകാതിരിക്കുക. അള്ളാഹുവിനെ നിരന്തരമായി നിന്റെ ഹൃദയത്തിലും നാവിലും ഓർക്കുക എന്നതാണ് ഇതിന് ഏറ്റവും അധികം വേണ്ടുന്ന കാര്യം. മുറാഖബത്ത് ലഭിക്കുവാൻ, അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം എപ്പോഴും ലഭിക്കുവാൻ നമുക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇനി സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ ഈ നിരീക്ഷണത്തിന് പുറമെ, റബ്ബിന്റെ ഈ നിരീക്ഷണത്തിന് പുറമെ അള്ളാഹു നമ്മെ നിരീക്ഷിക്കാൻ അവന്റെ സൈന്യമായ മലായികത്തിനെ കൂടി ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ്. അള്ളാഹു റഖീബാണ് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യമാണ്. അവൻ അവന്റെ അമലുകൾ രേഖപ്പെടുത്തുന്ന മലക്കിനെ വിശേഷിപ്പിച്ച പേരാണെന്ത്? ഒരു പേരാണ് റഖീബ് എന്ന പേര്. അത് വിശേഷണമാണ്, ഒരു മലക്കിന്റെ പേരല്ല. അള്ളാഹുവിന്റെ നിരീക്ഷണം പോലെയല്ല അവന്റെ സൃഷ്ടികളുടെ നിരീക്ഷണം, മലക്കുകളാകട്ടെ ഏത് സൃഷ്ടികളാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
സൂറത്തു ഖാഫിലൂടെ പറയുകയുണ്ടായി, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിദു മിൻ ഖൗലിൻ, ഒരു മനുഷ്യനും ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല, ഇല്ലാ ലദൈഹി, അവന്റെ സമീപത്തുണ്ടായിട്ടല്ലാതെ, റഖീബുൻ അതീദ്. റഖീബും അതീദുമായിട്ടുള്ള മലക്ക്, ഇത് രണ്ട് മലക്കുകളുടെ പേരല്ല, അത് തെറ്റിദ്ധാരണയാണ്. മറിച്ച് അത് രണ്ട് മലക്കുകളുടെയും വിശേഷണമാണ്. രണ്ട് മലക്കുകളുണ്ട്, അമലുകൾ രേഖപ്പെടുത്തുന്ന, നന്മ രേഖപ്പെടുത്തുന്ന മലക്കും തിന്മ രേഖപ്പെടുത്തുന്ന മലക്കും, വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി. അവരുടെ കൃത്യമായ സ്ഥാനം എവിടെയാണ് അള്ളാഹുവിനാണ് അറിയുക. ഏത് വാക്ക് പറയുമ്പോഴും അവർ രേഖപ്പെടുത്തുന്നുണ്ട്, ഏത് പ്രവർത്തനവും അവർ രേഖപ്പെടുത്തുന്നുണ്ട്. പോരാ, നിന്റെ ഹൃദയത്തിൽ നീ നന്മ ഉദ്ദേശിക്കുമ്പോൾ തിന്മ ഉദ്ദേശിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. ഈ മലായികത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് അവരെ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ രണ്ട് മലക്കിന്റെയും വിശേഷണമാണ് എന്ത്? റഖീബും അതീദും എന്നത്. രണ്ട് മലക്കും റഖീബാണ്, രണ്ട് മലക്കും അതീദാണ്, പേരല്ല. റഖീബ് എന്നാൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവൻ, അതീദ് എന്നാൽ തയ്യാറായി നിൽക്കുന്നവൻ. ഒരിക്കലും ശ്രദ്ധ വിട്ടുപോവുകയില്ല, എഴുതാതെ പോവുകയില്ല. യാ സുബ്ഹാനല്ലാഹ്, നമ്മുടെ അമലുകളുടെ രേഖ അത് നിവർത്തപ്പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? നസ്അലുല്ലാഹൽ ആഫിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ഒരുവൻ എല്ലാ ആശംസകളും ലിമൻ വജദ ഫീ സഹീഫതിഹി, തന്റെ ഏടുകളിൽ, തന്റെ അമൽ രേഖപ്പെടുത്തിയ ഏടിൽ കാണാൻ കഴിയുന്നവന് ആശംസകൾ. എന്ത് കാണാൻ കഴിയുന്നവൻ? ഇസ്തിഗ്ഫാറൻ കസീറ, ധാരാളക്കണക്കിന് ഇസ്തിഗ്ഫാർ, പാപമോചനത്തേട്ടങ്ങൾ. അതുകൊണ്ട് നന്മ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ രണ്ട് മലക്കുകളെ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ വിട്ടുപോകാതെ അമലുകൾ ഓരോന്നും രേഖപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിന് പുറമെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അവൻ്റെ സൃഷ്ടികളുടെ നിരീക്ഷണം എൻ്റെയും നിങ്ങളുടെയും മുകളിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കുക സഹോദരങ്ങളെ. ഈ മുറാഖബത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം ആലോചിച്ച് അത് ചിന്തിച്ച് ജീവിക്കുന്ന ഒരുവന്റെ മനസ്സിൽ മുറാഖബത്തുല്ലാഹ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അത് ജീവിതത്തിൽ ലഭിച്ച ഒരുവന്റെ ഹൃദയത്തിന് അള്ളാഹു നൽകുന്ന ഒരു സന്തോഷമുണ്ട്. അതെന്താണ്? സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ അവൻ കാണുന്ന സന്തോഷവും മാധുര്യവുമാണത്. അത് അനുഭവിക്കാൻ സാധിക്കുക എന്നത് വലിയ തൗഫീഖാണ്. അത് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് എന്തോ തകരാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ പ്രവർത്തനങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ മദ്ഖൂലാണെന്നാണ് അതിൻ്റെ അർത്ഥം. എന്തൊക്കെയോ കലർപ്പ് അതിൽ ഉണ്ട് എന്നാണ്. അല്ലെങ്കിൽ അവൻ ആ രുചി അനുഭവിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാഖ തഅമൽ ഈമാൻ മൻ റദിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ദാഖ തഅമൽ ഈമാൻ, ഈമാനിന്റെ രുചി അറിഞ്ഞിരിക്കുന്നു ആരാണ്? മൻ റദിയ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുകയും, വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുകയും, വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിന്റെ നബിയായി തൃപ്തിപ്പെടുകയും ചെയ്തവന് ഈമാനിന്റെ മാധുര്യം, ഈമാനിന്റെ രുചി അവൻ അറിഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രസിദ്ധമായ ഹദീസാണ്, നമ്മളേവരും കേട്ടിട്ടുണ്ടാകും ആ ഹദീസ്, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. ആരെങ്കിലും മൂന്ന് കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ടായാൽ അവൻ ഈമാനിന്റെ ഹലാവത്ത് അറിഞ്ഞിരിക്കുന്നു, മധുരം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അവന്റെ റസൂലും മറ്റുള്ള എല്ലാവരെക്കാളും അവന് സ്നേഹമുള്ളവരായിരിക്കണം. അള്ളാഹുവിനോടുള്ള മഹബത്ത് അവന്റെ, അത് കഴിഞ്ഞാൽ സൃഷ്ടികളിൽ ഏറ്റവും സ്നേഹം അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത്. അത് അള്ളാഹുവിന് വേണ്ടിയുള്ള മഹബത്താണ്. രണ്ട് മഹബത്തും നമ്മുടെ വ്യത്യാസം അതാണ്. അത് അള്ളാഹുവിന് വേണ്ടിയുള്ള മഹബത്താണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം അത് മറ്റാർക്കും വേണ്ടിയുള്ളതല്ല. എന്താണ് രണ്ടാമത്തെ കാര്യം? വൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്
ഒരാൾ മറ്റൊരുവനെ സ്നേഹിക്കുക, അവനെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്, മറ്റൊന്നിനും വേണ്ടിയല്ല. യാ സുബ്ഹാനല്ലാഹ്, അത് പറയുക എളുപ്പമാണ്, പക്ഷെ അത് ഉണ്ടാവുക എന്നത് നിസ്സാരമല്ല. മൂന്നാമത്തേത് അൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. തീയിലേക്ക് അവനെ വലിച്ചെറിയുന്നത് അവൻ എത്രമാത്രം വെറുക്കുന്നുവോ, ഇഷ്ടപ്പെടുന്നില്ലയോ എന്നതുപോലെ അവൻ കുഫറിലേക്ക് തിരിച്ചു പോകുന്നതിനെ വെറുക്കുക. أن يكره أن يعود في الكفر بعد إذ أنقذه الله منه أو كما قال صلى الله عليه وسلم. അള്ളാഹു അവനെ കുഫറിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ശേഷം അതിലേക്ക് തിരിച്ചു പോവുക എന്നത് അവൻ അങ്ങേയറ്റം വെറുക്കുക. തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അവൻ എത്രമാത്രം വെറുക്കുന്നുണ്ടോ എന്നതുപോലെ ഈ മൂന്ന് കാര്യങ്ങൾ ഒരുവനിൽ ഉണ്ടായാൽ അവന് ഈമാന്റെ ഹലാവത്ത് അനുഭവിക്കും എന്നാണ് ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിച്ച് കാണാം. ഖൈറുകൾ ചെയ്യാൻ എളുപ്പമാവുക, സാലിഹായ അമലുകൾ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ അതിന്റെ രുചി അനുഭവപ്പെടുക, ഇത് ഹലാവത്തുൽ ഈമാനാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്ക് നോക്കൂ. ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട വാക്കാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, ഇദാ ലം തജിദ് ലിൽ അമലി ഹലാവതൻ ഫീ ഖൽബിക വൻശിറാഹൻ ഫത്തഹിംഹു. ഇദാ ലം തജിദ്, നിനക്ക് കണ്ടുകിട്ടുന്നില്ല, നിനക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, ലിൽ അമലി സൽപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഹലാവ, ഒരു മധുരം അതിനെ നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല, ഫി ഖൽബിക നിന്റെ ഹൃദയത്തിൽ, വൻശിറാഹൻ ഹൃദയ വിശാലത അതിന് നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഫത്തഹിംഹു നീ നിന്റെ ഹൃദയത്തെ അതിൽ കുറവുണ്ടോ, അതിനാണ് പ്രശ്നം എന്ന് നീ മനസ്സിലാക്കുക. അതിനുള്ള പ്രശ്നം, അതിന് പ്രശ്നം ബാധിച്ചിരിക്കുന്ന കാര്യം നീ മനസ്സിലാക്കുക. കാരണം ഫഇന്ന റബ്ബ തആല ശകൂർ, ശൈഖുൽ ഇസ്ലാം തുടർന്ന് പറയുകയാണ്, കാരണം അല്ലാഹു ശകൂറാണ്, അവൻ ശുക്രോട് അമൽ സ്വീകരിക്കുന്നവനാണ്, അതിനവൻ നല്ല പ്രതിഫലം നൽകുന്നവനാണ്. അവനു വേണ്ടി ആണോ അമൽ ചെയ്യുന്നത്, അവൻ അതിനൊരു രുചി ഹൃദയത്തിൽ നൽകും, ഒരു മാധുര്യം നൽകും. അത് നമുക്ക് കിട്ടുന്നില്ലേ, ആ പ്രവർത്തനം മദ്ഹൂലാണ്, അതിൽ കലർപ്പുണ്ട്, നിയത്തിൽ പാളിച്ച ഉണ്ടാകാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൽ ഉണ്ടാകാം. അങ്ങനെ നമ്മുടെ ഹൃദയത്തിന് പാളിച്ചയുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. വഫഖനല്ലാഹു ഇയ്യാക്കും, അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിച്ച് നൽകുമാറാകട്ടെ. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള മുറാഖബത്ത് എന്ന കാര്യം, അവന്റെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള വിശ്വാസം, ഈ പേര് പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ പേരുകൾ തിന്മ ചെയ്യുന്നവനുള്ള താക്കീതാണ്, നന്മ ചെയ്യുന്നവനുള്ള ആശ്വാസവും സന്തോഷവുമാണ്. അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്, അവൻ സാക്ഷിയാണെന്ന കാര്യം തിന്മകൾ ചെയ്യുന്നവർക്കുള്ള താക്കീതാണ്. ഏത് റബ്ബിന്റെ പേരുകളിലും ഉള്ളതുപോലെ നന്മ ചെയ്യുന്നവന് ആശ്വാസമാണ്, അവന് സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് നന്നായി പഠിക്കുവാനും അവന്റെ നല്ല അടിമകളായി ജീവിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.